ഓഹോ, ചിറ്റപ്പനോ? അതേടാ, ഞാൻ തന്നെ ചിറ്റപ്പൻ. എന്താ നിനക്ക് ഇഷ്ടായില്ലേ? ഒട്ടും ഇഷ്ടമായില്ല. കഴിഞ്ഞ ആഴ്ച വന്ന് പോയതല്ലേ ഉള്ളൂ. അതേടാ, എന്റെ ചെക്കൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ വന്ന് കാണും. അതിനെനിക്ക് നിന്റെ സമ്മതമൊന്നും വേണ്ടടാ. മാറി നിൽക്കടാ, ഞാൻ എന്റെ ചെക്കനെ കാണട്ടെ. നിനക്ക് എന്ത് പറ്റിയടാ രാശേരൻ കുട്ടി? ചിറ്റപ്പൻ എന്താ നീ അറിയിക്കാഞ്ഞത്? ഞാനൊരു സ്വപ്നം കണ്ടു. നീ എന്നെ വേഗം വാ ചിറ്റപ്പ, വേഗം വാ ചിറ്റപ്പ എന്ന് വിളിക്കുന്നതായിട്ട്. അതല്ലേ ഞാൻ വേഗം ഓടി വന്നത്. നിന്ന് പിടിച്ചേ. പിടിക്കാൻ കസേരയിലുണ്ടോ? ഇല്ല. അല്ല, നിനക്ക് എന്താ പറ്റിയേ? ഓ, ഒന്നുമില്ല, ഒന്ന് വീണു. 3-4 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോവാം. തിരിച്ചൊക്കെ പോകാമായിരിക്കും, പക്ഷെ ഒന്ന് വീണതല്ലേ. ഇവിടുത്തെ മരുന്നുകൊണ്ടൊന്നും വേദന മാറില്ല. ഇവിടെ ഒരു കുപ്പി ബ്രാൻഡ് സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്തിനാ? ഉരുന്ന് കളിക്കാതെ കാര്യം പറ. കിട്ടുമോ? കിട്ടും. നല്ല ചൂടുവെള്ളം കിട്ടുമോ? കിട്ടും. കുരുമുളക് കിട്ടുമോ? എന്തിനാ? രസം വെക്കാനാ? അതിനല്ലടാ മണ്ട. 2 ഔൺസ് ബ്രാൻഡിയിൽ 2 ഔൺസ് ചൂടുവെള്ളം ഒഴിച്ച് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കലക്കുക. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. അതങ്ങനെ ഒരു 6 നേരം കൊടുക്കുമ്പോ എനിക്കും അതുപോലെ തന്നെ 6 നേരം ചുടുവെള്ളവും കുരുമുളക് പൊടിയും ഇല്ലാണ്ട് ഇങ്ങോട്ട് തരിക. അതോടുകൂടി എല്ലാം തീരും. അങ്ങനെ തികഞ്ഞ ആരോഗ്യവാനായിട്ട് നീ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ട് ഈ ചിറ്റപ്പൻ ഇവിടുന്ന് തിരിച്ചു പോവുള്ളൂ. അതൊന്നും വേണ്ട ചിറ്റപ്പ, പൗലോസ് ഉണ്ടല്ലോ. 1-2 ദിവസം കഴിഞ്ഞ് ചിറ്റപ്പൻ പോയിക്കോളൂ. അല്ല, അമ്മയ്ക്കൊന്നും വിശേഷം? 4-ാം നാൾ വാദപ്പിനെ ഒന്ന് കൂടി. കഷായം കുടിച്ചപ്പോ അതോട് കുറഞ്ഞു. അതൊക്കെ പോട്ടെ. മിനിഞ്ഞാന്ന് ഫോൺ ചെയ്തപ്പോ കുറച്ച് കാവർത്തതും കടുമാങ്ങയൊക്കെ കൊടുത്തു വിടുന്നു പറഞ്ഞിരുന്നല്ലോ. ആര് പറഞ്ഞു? അമ്മ. ആര്? അമ്മ. അത് ഞാൻ പറഞ്ഞില്ലേ രാജശേഖരൻ കുട്ടി? അതെന്തേ ഞാൻ പറയാഞ്ഞത്? അതെ, ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. എവിടാ? വെള്ളമടിച്ച് എവിടെയെങ്കിലും വെച്ച് മറന്നു കാണും ചിറ്റപ്പോ. ദേ, അധികം തമാശ വേണ്ട. മിലിറ്ററി ആണെന്നും ഞാൻ നോക്കില്ല. അടിച്ച് ചെവിപ്പിക്കോ? പോട്ടെ പോട്ടെ പോട്ടെ. പൗലോസേ, ചിറ്റപ്പനെ കോട്ടസിലേക്ക് കൂട്ടിക്കൊണ്ടു. ചിറ്റപ്പൻ ഇനി നാളെ രാവിലെ വന്നാൽ മതി. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഉണ്ടവിടെ. വാടാ വാ. ഇയാള് ചിറ്റപ്പനല്ല, ചിറ്റപ്പനാ. അവിടെ ഇരിക്കുന്ന റം മുഴുവൻ ഇയാളിന്ന് കുടിച്ചു തീർക്കും. നീ എന്താ ആലോചിക്കണേ? നിന്റെ ആരെങ്കിലും ചത്തൊന്നുമില്ല. ചത്ത വാ. സാമ്പാർ ഒഴിക്കാൻ ഒരു കുഴി അങ്ങോട്ട് കുത്തിക്കൂടെ? ഞാൻ കുത്തി തരണ. എടാ ചിറ്റപ്പാ, കുട്ടികൾക്ക് ഉളമ്പോ നോക്കി ഉളമ്പടാ. അതെങ്ങനെയാ? രാജശേഖരൻ കുട്ടി വന്നാ പിന്നെ ദാഹം തീർത്ത് ചിറ്റപ്പനങ്ങ് വല്യപ്പനാകും. ഞാൻ നന്നായിട്ട് കഴിക്കും. ഇപ്പൊ കഴിച്ചിട്ടുണ്ട്. ഇനി കൂടി പോയാൽ ദേ ഇതുപോലെ ഒന്ന് വിയർക്കും. പക്ഷെ വേറെ ചില ആളുകൾ അങ്ങനെയല്ല. കുടിച്ച് ലക്കില്ലാണ്ട് ബാത്റൂമാണെന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയി മൂത്രമൊഴിക്കുക. ഞാൻ പ്രത്യേകിച്ച് ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഒരു പൊതു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. താൻ ഈ പൊതു സ്വഭാവം നിർത്താമോ? ഇപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലോ. ഇയാളെന്നെ. അതൊക്കെ പോട്ടെ, 2 പേരോടായിട്ട് തന്നെ ചോദിക്കുക. ഇങ്ങനെ പിറന്നാൾ സദ്യ കൊണ്ട് നടന്നാ മതിയോ? എന്നാ ഇനി ഒരു കല്യാണ സദ്യ ഉണ്ടാൻ പറ്റുക? സണ്ണി, അവനോട് ആ കാര്യം പറയുന്നതേ ദേഷ്യ. അതുകൊണ്ട് നീയെങ്കിലും സമയം കളയാണ്ട് പെണ്ണ് കെട്ടാൻ നോക്ക്. കൂടി പോയാൽ ഒരു പിറന്നാൾ സദ്യക്ക് കൂടിയേ ഞാൻ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പെങ്കിലും ആ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തന്നാ നന്നായിരുന്നു. വായരപ്പാ, ഇപ്രാവശ്യത്തെ വരവിന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മയോട് എല്ലാം വിശദമായിട്ട് പറയാം. കാശും സൗകര്യവും ഒക്കെ അല്പം കുറഞ്ഞാലും തിരക്കില്ല. നല്ല അന്തസ്വാഭിജാത്തിയുള്ള കുടുംബത്തിൽ പറഞ്ഞോളായിരിക്കണം. അത്രേ ഉള്ളൂ. ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. അവസാനം ഓപ്പോൾ കല്യാണത്തിന് സമ്മതം മൂടിയത് ഈ സന്നിധം എടുക്കൊണ്ട് തന്നെയാ. പിന്നെ ഉന്തിന്റെ കൂടെ എന്റെ തള്ളും കൂടി ആയിപ്പോ. അമ്മ എന്നോട് ഇതെന്നോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചതോടെ ഈ ചിറ്റപ്പം എന്നെ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതാണ് അതിന്റെ കുറ്റം. ഞാനൊരു അക്ഷരം പറയാതെ ഗൗരവമായിട്ട് അങ്ങനെ നിന്ന ഓപ്പോൾക്ക് അറിയാൻ സംഗതി കുഴപ്പമാണെന്ന്. അതുകൊണ്ട് എന്നെ ഓപ്പോൾ പെട്ടെന്ന് സംഭവിച്ചത്. എന്റെ എന്നാലും അവസാനം രാജേട്ടനൊരു നസ്രാണി പെണ്ണിനെ കിട്ടിയുള്ളൂ കെട്ടാൻ. ഇനി സണ്ണിച്ചായനും അവിടെ സുന്ദരിയായ വല്ല നേഴ്സിനെയും കണ്ടുവച്ചിട്ടുണ്ടോ ആവോ? ഉള്ളത് പറഞ്ഞാ എനിക്കിപ്പോ സണ്ണിമോന്റെ കാര്യത്തിലാ പേടി. രാജശേഖരൻകുട്ടിക്ക് എന്തോ ആവാം. അപ്പനപ്പന്മാരെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അച്ചായം മരിച്ചിട്ട് പിന്നെ ഇവനെ മാത്രം കണ്ടുകൊണ്ടാ ഞാനും ഈ പെമ്പിള്ളേരും ജീവിക്കുന്നത്. അതുകൊണ്ടൊന്നും അമ്മച്ചി പേടിക്കണ്ട. നല്ല ആലോചന വന്നെങ്കിലേ തന്നെ കിട്ടും. ഞാൻ പിന്നെ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നടന്നെങ്കിലും സൂസന്നെ കണ്ടുമുട്ടിയപ്പോ എന്തോ ഒരു പ്രത്യേകത തോന്നി. അതുകൊണ്ട് കെട്ടുന്നു മാത്രം. സത്യം പറഞ്ഞ ഞാനും ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ പ്രേമിച്ചിരുന്നു. എന്താ അവളുടെ പേര്? എലിക്കുട്ടി. എലിക്കുട്ടി? എലിക്കുട്ടിയല്ല, എലിക്കുട്ടി. ഓ, ഞാൻ ദിവസവും ഒരു ചെക്കന്റെ കയ്യിൽ അവൾക്ക് എഴുത്തും കൊടുത്ത് വിടുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവസാനം അവൾ ആ ചെക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പിന്നെ ഞാൻ ഈ നാണം കെട്ട പ്രേമം എന്നുള്ള പണിക്ക് പോയിട്ടില്ല. അതൊക്കെ പോട്ടെ. ഈ വിവാഹ സമ്മതം ആഘോഷിക്കാൻ ചിറ്റപ്പന്റെ ചെലവിൽ നല്ല നാടൻ തെങ്ങുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്? ചിറ്റപ്പന്റെ ചെലവിലല്ല, ചിറ്റപ്പന്റെ വകയായി രാജശേഖരൻകുട്ടിയുടെ ചെലവിൽ അതിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് വരും.
അതുകൊണ്ട് താറാവ്, കോഴിയിറച്ചി, കാളയിറച്ചി മുതലായ കള്ളിന്റെ കൂട്ടുകാരെ പ്രത്യേകം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അമ്മച്ചിയും പിള്ളേരും അവരെ വേഗം ഇങ്ങോട്ട് ആനയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമസ്കാരം. എങ്ങനെയുണ്ട്? മതി മതി. രാജശേഖരം കൂട്ടി ചുരുട്ടുവലിയും റമ്മുകൂടിയും കല്യാണത്തോടെ നിർത്തിയത് ചിറ്റപ്പന് വലിയ ഒരടിയായിപ്പ്. അതുകൊണ്ട് ഇപ്പൊ പഴയ രുചിയില്ല. അങ്ങാടി തോറ്റ അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്തിനാ അമ്മാവ ഈ ചിറ്റപ്പന്റെ മേൽ ചാടിക്കേറണേ? എന്റെ കോട്ട കൂനൂര് ചെല്ലുമ്പോ എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഏതായാലും സൂസനെ സമ്മതിച്ചിരിക്കുന്നു. രാജശേഖരൻ കുട്ടിയെ കൊണ്ട് എല്ലാം നിർത്തിച്ചല്ലോ. അതല്ലേലും നസ്രാണി പെമ്പിള്ളേർക്ക് ഭർത്താക്കന്മാരെ ചൊൽപ്പടിക്ക് നിർത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാ. അയ്യോ, പ്രത്യേക കഴിവുകളൊന്നും ഇല്ലാത്ത പാവങ്ങള്. ഭർത്താക്കന്മാർക്ക് ഇത്തിരി മൂത്രം ഒഴിക്കണമെങ്കിൽ അച്ചിമാരുടെ സമ്മതം വേണം. അല്ല, ഈ തമാശ കേട്ടിട്ട് ആർക്കും ചിരി വരുന്നില്ലേ? വേണ്ട, ഞാൻ തന്നെ ചിരിച്ചോളാം. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് വർഷം ഒന്നായില്ലേ? വിശേഷമൊന്നുമില്ലേ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ഒരു ഫാഷനാ. അത് ചെറുപ്പക്കാർക്കല്ലേ. ഇനി നിങ്ങൾ വെച്ച് താമസിപ്പിച്ച അവസാനം കിട്ടാണ്ടാവും. പറഞ്ഞേക്കാം. കുട്ടികളില്ലാന്ന് വെച്ചിട്ട് അത് വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല. ഇനി ധാരാളം സമയമുണ്ട്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഉണ്ണ ഉറങ്ങുക, ഉണ്ണ ഉറങ്ങുക, ഉണ്ണികളെ സൃഷ്ടിക്കുക. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ലോക സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. ദേ, ഇതിന് ഇത്തിരി എടുത്തേണ്ട ചവച്ചേൻ ആ ദുഷ്ടിന്റെ ഒന്ന് മാറട്ടെ. ഇത്തിരി അമ്മായിക്കും കൊടുക്കുക. നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചത് മോനെ? അതെ, 2 ദിവസമായില്ലേ ചിറ്റപ്പൻ വന്നിട്ട്. ഇനി പൊയ്ക്കോളൂ. നീ ഈ നിലയിലിരിക്കുന്നത് കണ്ടിട്ട് ചിറ്റപ്പൻ എങ്ങനെ മനസ്സമാധാനത്തോട് തിരിച്ചു പോവാ? അതൊന്നും സാരമില്ല. സാബിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനില്ലേ. ചിറ്റപ്പൻ പൊക്കോ. എന്നെ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും. ഡോക്ടർ വന്നിരുന്നു. ദാ. പിന്നെ ഇതൊന്നും വീട്ടിലോട്ട് എഴുന്നള്ളിക്കണ്ട. അത് മതി അമ്മയ്ക്ക്. ചിറ്റപ്പൻ നേരെ വീട്ടിലേക്കല്ലേ? അല്ല, ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ ഇറങ്ങും. നമ്മുടെ ദുബായിലെ കുട്ടപ്പന്റെ മോനും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടോന്ന് അന്വേഷിക്കണം. ഒരു രാത്രി അവിടെ തങ്ങി അവിടുത്തെ ക്രാങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടി അവിടുന്ന് നേരെ പാലക്കാട്ട് നമ്മുടെ നളിനിയുടെ അമ്മായിരമോ. അതൊന്നും വേണ്ട. നേരെ വീട്ടിലെത്താൻ നോക്ക്. ആവശ്യത്തിൽ കൂടുതൽ കാശ് തന്നിട്ടില്ലേ? പിന്നെന്തിനാ വെറുതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതേടാ, എനിക്കറിയാം. ചിറ്റപ്പൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാ. കല്യാണം വന്നാലും കേസ് വന്നാലും മരണം വന്നാലും എല്ലാവർക്കും ചിറ്റപ്പനെ വേണം. എല്ലാം നടത്തി കൊടുക്കാം. ചിറ്റപ്പൻ ഇങ്ങനെ എല്ലാവർക്കും ഒരു ഉപകാരിയായി പോയി. അതെന്റെ ഒരു വീക്ക്നെസ്സാ. അയ്യോ ചിറ്റപ്പ, അതല്ല പറഞ്ഞേ. ഇങ്ങനെ ഊരി വിറ്റ് നടക്കാതെ നമ്മുടെ വീട്ടിൽ നിൽക്ക്. ഒരുപാട് കാര്യങ്ങളില്ലേ നോക്കാൻ. ചിറ്റപ്പന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ചിറ്റപ്പൻ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്ന് എനിക്കറിയാലോ. എന്തോ? പക്ഷെ നീ പറഞ്ഞാൽ മാത്രം ഞാൻ കേൾക്കും. നീ എനിക്കൊരു വീക്ക്നെസ് ആയി പോയി. എന്നാ ശരി ചിറ്റപ്പൻ പോ. എന്നാ സമയം കളയണ്ട. ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടുതരാം. അല്ലെങ്കിൽ നീ രാത്രി ബസ് കിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരണ്ട. എടാ സഹായക് പൗലോസേ, എന്റെ സ്വകാര്യ പ്രശ്നത്തിൽ നീ സഹായിക്കണ്ട. അതിന് പകരം എന്റെ കൂടെ വന്ന് എന്റെ പെട്ടിയിൽ തന്നെ സഹായിക്കും. രാജശേഖരൻ കുട്ടി ഇതിന്റെ ഇടയിൽ എനിക്ക് കാശ് തന്നാ? അതവിടെ പോയി. പോക്കറ്റില്ല. കൊറേ പ്രായമായില്ലേ, ഓർമ്മക്കുറവായി. ഇത് മറക്കില്ലല്ലോ. അതിന് നിനക്കെന്താ വേണ്ടേ? ഒന്നുമില്ല. നടക്ക്.